ഗൈസ് ഞങ്ങൾ ഒരു പുതിയൊരു ഇത് ഇറക്കാൻ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അത് ഞങ്ങൾ നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നമ്മള് ഉണ്ടാക്കാൻ പോകണം. ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് എന്താണ്? പുതിന ജ്യൂസാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. ഇതിന് മറ്റേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ കമ്മിയാണ്. ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. 3 സാധനമേ ഉള്ളൂ. നമ്മള് ഫസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫൈനലായിട്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഇല്ല ക്ലോസ് ചെയ്യാനായിട്ടില്ല. ക്ലോസ് ചെയ്യാനായിട്ടില്ല. നമ്മള് പഞ്ചസാര അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ച് അത് പ്രശ്നമില്ല. കുറച്ചുള്ളതുകൊണ്ട് ഒരു 2-3 സ്പൂൺ അല്ല, നമുക്ക് വെള്ളം 3 സ്പൂൺ മതി തോന്നുന്നു. 4 സ്പൂൺ അല്ല, കാരണം മധുരയാണ്. നമുക്ക് കുറച്ച് ഈ സാധനം 5 സ്പൂൺ. ഇനി അപ്പൊ നമ്മള് വെള്ളം ഒഴിക്കാൻ പോകണം ഗൈസ്. നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാൻ നമ്മളിപ്പോ ഇട്ട പുതിന നമ്മൾ ഇത്രക്കുണ്ട്, അതിനനുസരിച്ചിട്ട് വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് അടിക്കാൻ പോകും. ഫുള്ള് താഴെയാണ്. ഇനി ഗൈസ് നമ്മളൊരു അതിഥിനെ പരിചയപ്പെടാം. ഞങ്ങളുടെ ഇവിടെ പുതിന ജ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഒരു അതിഥി കയറി വന്നു. ഇനിയിപ്പോ പുതിയൊരു ട്രൈ ആണ്. കുറച്ച് പുതിന വെച്ചിട്ട് ഇതാണ് നമ്മുടെ അതിഥി. നമ്മുടെ ജ്യൂസ് നമുക്ക് ചവത്ത് കോഴി. ഇവിടെ കോഴി ഒന്നും വിചാരിക്കണ്ട, ഇവിടത്തെ കോഴികളാണ്. നമ്മള് ട്രൈ ചെയ്യാം. കാണുമ്പോ കുടിക്കാൻ തോന്നില്ല, പക്ഷേ നമ്മൾ ട്രൈ ചെയ്തതുകൊണ്ട് കുടിച്ചേ പറ്റൂ. നല്ല കഷായ ഇതാ, നല്ല ബിയർ, നമ്മൾ 7up ഒക്കെ ഒഴിച്ചാൽ ഉള്ളൊരു എഫക്റ്റ് വരുന്നുണ്ട്. ട്രൈ അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്തോളൂ. പക്ഷെ എന്താ പുതിന നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ് സെറ്റായി. അങ്ങനെ നമ്മുടെ അതിഥി ടേസ്റ്റ് നോക്കാൻ അത് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നീ കുടിച്ചു ഊതിക്കളയുന്നതാ ഇത്. വന്നിട്ട് ഇത് വേസ്റ്റ് ഒന്നല്ല ഇത് സംഭവം. കുഴപ്പമൊന്നുമില്ല, സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും. പിന്നെ അടുത്ത് ശരിക്കും നന്നായി. ഫുള്ളായി കുടിക്കട്ടെ ഗൈസ്. വേണ്ട ഇവിടെ എല്ലാവർക്കും വേണം. നീ ഫുള്ളായി കുടിക്കല്ലേ. ഒരു കോൾഗേറ്റ് പേസ്റ്റിന്റെ അത് കൂടി, അത് നീ ഇപ്പൊ പല്ല് തേച്ചിട്ട് വന്നോണ്ടാണ്. കോൾഗേറ്റിന്റെ എന്തോ അവനിപ്പഴാ ഉറങ്ങണിച്ച് തന്നത്. ഇത് മിന്റ് ഫ്ലേവർ ഒരുപാട് വെള്ളത്തില് മിന്റ് ഇട്ട പോലെ. അത് വെള്ളത്തിൽ കുഴപ്പമൊന്നുമില്ല, ആവറേജ്. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ഒരു ലെവലാക്കാൻ വേണ്ടി കുറച്ച് പാലൊക്കെ ഒഴിച്ച് മിൽക്ക് ഷേക്ക് ആക്കാം. പാല് വെച്ചാക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് 7up ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ വേണമെങ്കിൽ 7up ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം. ഇതിപ്പോ നമ്മള് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്.